ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ BJP ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം BJP നിരന്തരം പ്രതിഷേധ പരമ്പരകൾ തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കേരള സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അപകടമാണ് ഈ ഭരണം എന്ന കൃത്യമായിട്ടുള്ള ടാഗ് ലൈനോടുകൂടി BJP വലിയ പ്രതിഷേധം, അതായത് പ്രതിഷേധത്തിൻ്റെ ആ ഒരു കാഠിന്യം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു സൂചന ലഭിക്കുന്നുണ്ട്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പിണറായി സർക്കാരിനെതിരെ BJPയുടെ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവും എന്ന് പറഞ്ഞ ഒരു കൃത്യമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് ആദ്യം തന്നെ ഇവർ ഈ പ്രതിഷേധത്തിന്, അതായത് ഈ പ്രതിഷേധം കടുപ്പിക്കുന്ന രീതിയിലേക്ക് കടക്കാനായിട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 4 പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് BJP ഇപ്പോൾ രാപ്പകൽ പ്രതിഷേധവും സെക്രട്ടേറിയറ്റ് ഉപരോധവും സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സ്വർണ്ണക്കൊള്ള നടത്തിയ ദേവസ്വം മന്ത്രിയെ വച്ചുപൊറിപ്പിക്കാൻ സാധിക്കില്ല. ദേവസ്വം മന്ത്രി എന്തായാലും രാജിവെക്കണം എന്നുള്ളതാണ്. അത് ഈ ടേമിലെ ദേവസ്വം മന്ത്രിയായിരുന്നാലും കഴിഞ്ഞ ടേമിലെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ കൃത്യമായി ചോദ്യം ചെയ്ത് വിചാരണ ചെയ്യണം എന്നുള്ളതാണ് BJPയുടെ ശക്തമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്ന്. ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നുള്ളത് BJPയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ എക്കാലത്തെയും വലിയ അജണ്ടയായിരുന്നു. കാരണം ദേവസ്വം ബോർഡ് കൊണ്ട് ഇവിടെ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്കോ യാതൊരുവിധ ഗുണവും ലഭിക്കുന്നില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ദേവസ്വം ബോർഡിന് അങ്ങോട്ട് ഫണ്ട് കൊടുത്താണ് ഞങ്ങൾ ദേവസ്വം ബോർഡിനെ പരിപാലിക്കുന്നത് എന്ന് സർക്കാർ പറയുമ്പോൾ എന്തിന് അങ്ങോട്ട് ഫണ്ട് കൊടുത്ത് പരിപാലിക്കുന്നു? നിങ്ങൾ പള്ളികളെ എങ്ങനെ പരിപാലിക്കുന്നുണ്ടോ? നിങ്ങൾ ചർച്ചകളെ എങ്ങനെ പരിപാലിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡിൽ മാത്രം നിങ്ങൾക്ക് അടിച്ചു തൂങ്ങുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ചോദ്യം BJP സർക്കാരിനോട് ഉന്നയിച്ചിട്ടുണ്ട്. അത് സർക്കാരിന് മറുപടിയില്ല. എന്നാൽ ദേവസ്വം ബോർഡ് അവർ പിരിച്ചുവിടുന്നുമില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക. ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ 30 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് കേരള BJPയുടെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഇതോടുകൂടി സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാനത്തെ എല്ലാ ദേവസ്വം ബോർഡിലും അടിയന്തര CAG ഓഡിറ്റിംഗ് നടത്തുക. ഒക്ടോബർ 24 വൈകിട്ട് ആരംഭിക്കുന്ന ഉപരോധം 25 വൈകിട്ട് സമാപിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. പ്രതിഷേധവും സെക്രട്ടേറിയറ്റ് ഉപരോധവും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. രാജീവ് ചന്ദ്രശേഖരൻ ഈ ഉപരോധം ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ നിശ്ചയിച്ച 25,000 പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പ്രാഥമിക ഘട്ടത്തിൽ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 23 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ 280 കേന്ദ്രങ്ങളിൽ NDAയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണയും പൊതുസമ്മേളനം നടക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം മന്ത്രി VN വാസവൻ, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുടെ വസതിയിലേക്കും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും വലിയ രീതിയിലുള്ള മാർച്ചുകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ ഈ പ്രതിഷേധം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ BJPയുടെ ഈ പ്രതിഷേധം വലിയ രീതിയിലുള്ള ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ ഭരണ കക്ഷി കാണുന്നത്, അതായത് ഭരിക്കുന്നവർ കാണുന്നത്, CPM ഇതിനെ കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം BJP ഓരോ വാർഡുകളിലും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികളെല്ലാം തന്നെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികളെല്ലാം തന്നെ നിരീക്ഷിക്കാനായി ഇപ്പോൾ CPM രഹസ്യ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും കൂടെ നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അതിനിടയിലാണ് BJP ഇപ്പോൾ ഈ പ്രശ്നം ഊതിക്കത്തിച്ച് ഇതിനെ വലിയ രീതിയിൽ ലൈം ലൈറ്റിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.